അച്ചടക്ക നടപടി നേരിട്ട പൊന്നാനിയിലെ സിപിഐഎം നേതാവ് ടി.എം. സിദ്ദീഖ് സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുതായി രൂപീകരിച്ച 10 സെക്രട്ടേറിയറ്റിലാണ് ടി.എം. സിദ്ദീഖിനെ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.എം. സിദ്ദീഖിനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് തരം താഴ്ത്തിയിരുന്നത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, സംഘടനാ തലത്തിലുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങളുടെ സൂചന എന്താ? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടായി പറയപ്പെട്ടിരുന്ന നേതാവ് കൂടിയായിരുന്നു പൊന്നാനിയിൽ നിന്നുള്ള ടി.എം. സിദ്ദീഖ്. തുടർന്ന് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനെ തുടർന്ന് ടി.എം. സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാകാത്ത പശ്ചാത്തലത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെ വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെയായിരുന്നു അച്ചടക്ക നടപടി ടി.എം. സിദ്ദീഖിനെതിരെ പാർട്ടി സ്വീകരിച്ചിരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് തലത്തിൽ നിന്നും താഴെ തട്ടിലേക്കായിരുന്നു തരം താഴ്ത്തിയിരുന്നത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനം താനൂരിൽ സമാപിച്ച പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹം വീണ്ടും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മലപ്പുറം പാർട്ടി ഓഫീസിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 10 സെക്രട്ടേറിയറ്റിലേക്ക് ടി.എം. സിദ്ദീഖിനെയും നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതുതായി രൂപീകരിച്ച സെക്രട്ടേറിയറ്റിലേക്കാണ് ടി.എം. സിദ്ദീഖിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 സെക്രട്ടേറിയറ്റിൽ ടി.എം. സിദ്ദീഖിനെ കൂടാതെ മറ്റു 2 പുതുമുഖങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. അച്ചടക്ക നടപടി നേരിട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ തരം താഴ്ത്തിയിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു സ്വാഭാവിക നടപടി മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അച്ചടക്ക നടപടി നേരിട്ട ആളുകളെ തൊട്ടു പിന്നാലെയുള്ള പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. സുജയ. ഓക്കെ, മുബഷിർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ടി.എം. സിദ്ദീഖ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നു.